ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാവാട സ്റ്റിച്ച് ചെയ്യാനുള്ള ടിപ്സ് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വലുതാവും, അതുപോലെ കുറച്ചൊക്കെ വണ്ണം വയ്ക്കും. അങ്ങനെയൊക്കെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഇതുപോലെ പട്ടുപ്പാവാട പോലുള്ള ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ ആകെ ഒക്കേഷണലി യൂസ് ചെയ്യുള്ളൂ. ഓണത്തിനോ അല്ലെങ്കിൽ കേരളപ്പിറവിക്കോ അങ്ങനെ എന്തെങ്കിലും അമ്പലത്തിൽ പോകാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്കി അത് അങ്ങനെ അലമാറയിൽ ഇരിക്കും. പക്ഷെ അത് പിന്നീട് ഇടുമ്പോൾ അഴയ്ക്ക് അവർ ഹൈറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അല്ലേ. അപ്പോൾ അതിന് വഴിയൊരുക്കാതെ നമുക്കിത് കൂടുതൽ നാളെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ കയ്യിൽ ഇത് തുണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ഇതുപോലെ 4ആയിട്ടോ 8ആയിട്ടോ മടക്കിയിട്ട ശേഷം ബാൻഡിൻ്റെ അളവ്, നമ്മളുടെ ബാൻഡ് എന്ന് പറയുന്നത് ആ ഒരു പടി വയ്ക്കുമല്ലോ, വയറിൻ്റെ അവിടെ വരുന്ന ആ ഒരു പടി ഒഴികെ ബാക്കി എത്ര ലെങ്ത് വേണോ അത് വെച്ച് കട്ട് ചെയ്യാണ് നേരെ ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര തുണി ഉണ്ടെങ്കിലും അത് സത്യം പറഞ്ഞാൽ ബാൻഡിൻ്റെ തുണി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വേസ്റ്റാണ്. പിന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ വെച്ച് തരും, ഓരോ ഡിസൈനൊക്കെ ചെയ്ത് തരും. വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പിന്നീട് അത് യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ, ബനാറസി പോലുള്ള സിൽക്ക് ക്ലോത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ മെറ്റീരിയലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ 2.25-3 മീറ്ററൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള ഭാഗമൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മളുടെ ബോർഡറിന് എത്ര വീതിയുണ്ടോ, അപ്പോൾ ഇതിൽ ഏകദേശം 2 തൊട്ട് 2.25 വീതിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 2 ഇഞ്ച് വേണമെങ്കിലും മടക്കാം, 2.25 ഇഞ്ച് വേണമെങ്കിലും ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എത്രയുണ്ടോ അതിനനുസരിച്ച് ഇത് അതുപോലെ ഉള്ളിലേക്ക് ആക്കിയ ശേഷം ഈ തുണി മുഴുവനായിട്ടും താഴെയുള്ള ബോർഡറാണ് ഇതുപോലെ മടക്കി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലോത്തിന് 2 സൈഡും ഒരേപോലത്തെ ബോർഡറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ 2.25 ഇഞ്ച് വീതിയാണ് ഈ ഒരു ബോർഡറിനുള്ളത്. അപ്പോൾ അത് നമ്മൾ മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. മടക്കിയിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ 23 ഇഞ്ചാണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റ് 23 ഇഞ്ച് എന്നുള്ളത് മെഷർ ചെയ്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്യാം. അതല്ല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 2 ഇഞ്ച് വലിപ്പമുള്ള ബോർഡർ ആണെങ്കിൽ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം. ഡബിൾ ലെയർ വരുമല്ലോ. അപ്പോൾ 23 ഇഞ്ചാണ് ബാൻഡ് ഒഴികെയുള്ള നിങ്ങളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എങ്കിൽ 27 ഇഞ്ചിൽ നിങ്ങൾ കട്ട് ചെയ്യണം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്കിത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ബാൻഡിൻ്റെ ഒഴികെയുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ബാൻഡിൻ്റെ ഒഴികെയുള്ള ലെങ്ത്തിൻ്റെ കൂടെ എന്ത് കൂട്ടണം, ഈ ഒരു ബോർഡറിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിൾ കൂട്ടണം. 2 ലെയറായിട്ട്, ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുമ്പോൾ 2 ലെയറായിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരിക. അപ്പോൾ നിങ്ങളത് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. ഏറ്റവും എളുപ്പം ആദ്യമേ തന്നെ തുണി കിട്ടുമ്പോൾ ഇതുപോലെ ബോർഡർ എത്രയാണോ അതിനനുസരിച്ച് ഇത് മടക്കി വെച്ച് ഇത് മുഴുവൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് അളവെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി അളവെടുത്തിട്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മളിത് ആൾട്ടർ ചെയ്യുമ്പോൾ, അതായത് വീണ്ടും ടക്കിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അപ്പോൾ ഇവിടെ 2.25 ഇഞ്ചാണ് എൻ്റെ ബോർഡർ. ആ 2.25 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പതിച്ചടിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ടക്കിട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ആദ്യമേ തന്നെ ടക്കിട്ട് ഇതുപോലെ ഒരു പതിച്ചടിക്കലും കൂടി അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നീറ്റായി. അപ്പോൾ നമുക്ക് ഇറക്കം കൂട്ടാനുള്ള എക്സ്ട്രാ 4 ഇഞ്ചോളം 4.5 ഇഞ്ചോളം എനിക്ക് ഈ ഒരു ബോർഡറിൽ നിന്ന് തന്നെ നമുക്ക് ടക്കിട്ടിട്ട് നമുക്ക് എക്സ്ട്രാ 4-4.5 ഇഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുട്ടികൾ വണ്ണം വെച്ചാലുള്ള കാര്യമാണ് അടുത്തത്. ഇതുപോലത്തെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടുകൾ, പ്രത്യേകിച്ച് പട്ടുപാവാട അങ്ങനത്തെ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ബാൻഡ്, അതായത് മുകളിൽ ഉണ്ടാവുന്ന വയറിൻ്റെ അവിടെയുള്ള ബാൻഡ് ഉണ്ടല്ലോ, അത് നല്ല വൃത്തിയായിട്ട് ഇരിക്കണം എന്നാണ് കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ക്രോപ്പ് ടോപ്പുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് കാണും. അപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയിലിരിക്കണം. അതുകൊണ്ട് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പരിപാടി നമുക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് ഭാഗത്ത് മാത്രം നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് വൃത്തിയായിട്ട് ഇരിക്കുമോ ഇല്ലയോ എന്നല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ സ്കേർട്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല വൃത്തിയായിട്ട് ആ ബാൻഡ് ഇരിക്കുന്നുണ്ട്. ഒന്നുകിൽ ഡബിൾ ലെയർ ലൈനിങ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടോ ഫ്രണ്ട് ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ നമുക്കിതിന് ഹുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കയറ് നാട കെട്ടി കൊടുക്കാനുള്ള സംഭവം കൊടുക്കേണ്ട കാര്യമില്ല, സിബ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ വൃത്തിയായിട്ട് നിൽക്കും. അത്യാവശ്യം നമ്മൾ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെയാണ് മാക്സിമം നമ്മൾ വേസ്റ്റ് റൗണ്ടിനെക്കാട്ടിലും വയറിൻ്റെ അവിടുത്തെ ചുറ്റളവിനെക്കാട്ടിലും എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹുക്കൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. നാടയാണെങ്കിലും കുറേ ഒന്നും ചുരുക്കി വെക്കാൻ നമുക്ക് പറ്റില്ല.
പക്ഷെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് അത്യാവശ്യം തുണി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് ഒന്ന് വലിയ കുട്ടികളായാലും കുറച്ചുകൂടി വണ്ണം വെച്ചാലും നമുക്ക് ഈ ഒരു സ്കേർട്ട് യൂസ് ചെയ്യാൻ പറ്റും, എലാസ്റ്റിക് ആയതുകൊണ്ട്. ഇനി ആ ഭാഗത്ത് ഒരുപാട് വണ്ണം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ആ എലാസ്റ്റിക്കിൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു കുഞ്ഞ് സ്റ്റിച്ച് കുറച്ചൊന്ന് അഴിച്ച് മാറ്റിയിട്ട് ആ എലാസ്റ്റിക് ഇങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്ത് ഉള്ള ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി ഇട്ടുകൊണ്ട് ഇടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 ടിപ്പും നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഹുക്ക് ഇടണമെന്നോ അല്ലെങ്കിൽ സിബോ അല്ലെങ്കിൽ നാട കെട്ടണമെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് മാത്രമല്ല കുറേ കാലം യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണ എടുക്കുന്ന 2 ഇഞ്ചിനെക്കാട്ടിലും 3 ഇഞ്ചിനെക്കാട്ടിലും നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇട്ടിട്ടുള്ള തുണി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെ എലാസ്റ്റിക് ബാക്കിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി നിൽക്കില്ല. ഇത് അത്യാവശ്യം നല്ല പൊങ്ങി നിൽക്കണ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ കുറച്ചും കൂടി ഒതുക്കമുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇത്ര പോലും പൊങ്ങി നിൽക്കില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ബാക്കിൽ എലാസ്റ്റിക് ഉണ്ടെന്നോ അത് വൃത്തികേടായിട്ടോ അറിയേയില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും. ഫ്രണ്ടിൽ ഈ ബാൻഡും വളരെ വൃത്തിയായിട്ട് നിൽക്കും. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചാനലിന് ഏകദേശം 10Kയുടെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം വ്യൂസ് എത്തുന്നില്ല. അതിൻ്റെ കാരണം പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അതിന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചാനൽ സെർച്ചിൽ തിരയുന്ന സമയത്ത് വേറെ തരം കണ്ടൻറ്റുകൾ ഇടുന്ന ഒരു ചാനലാണ് ആദ്യം കയറി കാണിക്കുന്നത്. അപ്പോൾ ആ പേരുമായിട്ട് അതിന് നല്ല സാമ്യമുണ്ട്, ഈ ഒരു ചാനലിൻ്റെ പേരുമായിട്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ചാനലിൻ്റെ പേരൊന്ന് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ ഞാനത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ബൈ.